എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. വീട്ടിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു സുഖിയനാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. വീട്ടിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന കുറച്ച് ചേരുവകളൊക്കെ മാത്രം മതി ഇതിനു വേണ്ടിയിട്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ് ഈ സ്നാക്ക്. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ നമുക്ക് ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം. നമ്മൾ സുഖിയൻ ഉണ്ടാക്കാനായിട്ട് ചെറുപയറാണ് എടുക്കുന്നത്. നമ്മൾ ഒരു കുക്കറിനകത്ത് 1 കപ്പ് ചെറുപയർ ഇട്ടിട്ട് അതിനകത്തേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇത് കുക്കറിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിനെ കുക്കർ അടുപ്പേ വെച്ച് വിസിലടിക്കുക. ഒരു 3 വിസിലാണ് നമുക്ക് വേണ്ടത്. 3 വിസിൽ കഴിയുമ്പം നമ്മൾ ഇത് ഓഫ് ചെയ്തിട്ട് അതിന്റെ പ്രഷർ തന്നെത്താൻ പാനായിട്ട് അവിടെ മാറ്റി വെക്കുക. പ്രഷർ മുഴുവൻ പോയിട്ട് നമ്മൾ പിന്നെ ഇത് എടുക്കാവുള്ളൂ. അപ്പൊ നമുക്ക് ഈ സമയം കൊണ്ട് നമുക്ക് അടുപ്പേ വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന്റെ ബാറ്റർ ഉണ്ടാക്കാം. നമ്മൾ ബാറ്റർ ഇനി തയ്യാറാക്കണം. ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ബൗളിലേക്ക് നമ്മൾ 1 കപ്പ് മൈദ ഇട്ടു. അതിന്റെ കൂടെ തന്നെ നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി വറുത്തത് ചെറുതായിട്ട് ചൂടാക്കി എടുത്ത അരിപ്പൊടിയും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തു. പിന്നെ ഒരു ശകല ഉപ്പ്, അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഉപ്പിട്ട് കൊടുത്തു. പിന്നെ ഒരു ഇച്ചിരി കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ലേശം മഞ്ഞൾപ്പൊടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നമ്മൾ ഇട്ടു. ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിനകത്ത് വെള്ളം ഒഴിച്ച് നന്നായിട്ട് നമ്മളിനി ഒരു ഇഡ്ഡലിമാവിൻ്റെ പരുവത്തിൽ നമ്മൾ ഇത് മിക്സ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അന്നേരം നമുക്ക് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി ബാറ്റർ കിട്ടും. ഇഡ്ഡലിമാവിൻ്റെ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി തന്നെ നമുക്ക് എടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് വെള്ളം നമ്മൾ എപ്പോഴും ആവശ്യത്തിന് നോക്കി ഒഴിക്കണം. കൂടുകയും കുറയുകയും ഒന്നും ചെയ്യില്ല. കറക്റ്റ് ഒരളവിൽ അത് നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക അതിൻ്റെ ബാറ്റർ. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ഇഡ്ഡലിയുടെ ഒക്കെ ഒരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. ഏതാണ്ട് ഇതുപോലെ ഇങ്ങനെ അത്യാവശ്യം ഒത്തിരി ലൂസും അല്ല ഒത്തിരി ടൈറ്റും അല്ലാത്തൊരു കൺസിസ്റ്റൻസി. ഈ ബാറ്ററിലേക്ക് നമ്മൾ ഒരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ സുഖിയൻ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ സുഖിയന്റെ കോട്ടിങ്ങിന് ഒരു ചെറിയ മധുരം കിട്ടാൻ വേണ്ടിയാ. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ കുക്കറി വെച്ച പയറ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതൊരു 3 വിസിൽ നമ്മൾ വെച്ച കറക്റ്റ് വെള്ളത്തിൽ നല്ലതായിട്ട് കുക്കായിട്ടുണ്ട്. ഇതിനെ നമ്മളിനി വേറൊരു ഓപ്പൺ ആയിട്ടൊരു പാത്രത്തിലോട്ട് മാറ്റുക. അത് നമ്മൾ അടുപ്പിൽ വെച്ച് നമ്മളിനി ബാക്കിയുള്ള സാധനങ്ങൾ വെച്ച് മിക്സ് ആക്കിയിട്ടെടുക്കണം. നമ്മളിപ്പോൾ ഈ മാറ്റി വെച്ചിരിക്കുന്ന പയറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു 250 ഗ്രാം ശർക്കര നമ്മൾ വെള്ളം ചേർത്ത് ഉരുക്കിയെടുത്തത്, അത് അരിച്ചെടുത്തതാണ്. അത് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ 1 കപ്പ് തേങ്ങ ചിരകിയത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ നമ്മൾ ഒരു 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പൊടിച്ചത്. അതുകൂടാതെ നമ്മൾ ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് നമ്മൾ പയറും ശർക്കരപ്പാനിയും കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ട് ഇത് ചേർന്ന് ഡ്രൈ ആയി വരുന്നിടം വരെ നമ്മൾ ഇതൊന്ന് ഇളക്കി പറ്റിച്ചെടുക്കണം. ഇത് നമുക്ക് ഉരുട്ടിയെടുക്കാനുള്ളതാണ്. അപ്പം നമുക്ക് ആ ഒരു ഉരുട്ടിയെടുക്കാവുന്ന ഭാഗം വരെ ആയിട്ട് നമ്മളിത് നിർത്തണം. പയറും ശർക്കരയും തേങ്ങയും എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. വെള്ളമൊക്കെ കറക്റ്റായിട്ട് പറ്റി നന്നായിട്ട് ഇത് ചേർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമ്മൾ ഒരു 2 മിനിറ്റ് തണുപ്പിക്കാൻ വെച്ചിട്ട് അത് ഉരുട്ടിയെടുക്കാം. ഇതിപ്പം ചൂടാറിയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിത് ചെറിയ ഉരുളകളായിട്ട് എടുത്ത് മാറ്റി വെക്കാം. ഇങ്ങനെ ഓരോ ഉരുളയായിട്ട് നമുക്ക് എടുത്തെടുത്ത് ഇത് മുഴുവൻ ഉരുട്ടിയെടുത്ത് വെക്കാം. നമ്മൾ അങ്ങനെ എല്ലാം ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇതിനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മളൊരു പാൻ എടുത്ത് അടുപ്പേ വെച്ചിട്ട് എണ്ണ ഒഴിച്ച് അത് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ ഇപ്പോൾ ഒരുവിധം ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന
ഈ ബോൾ എടുത്ത് നന്നായിട്ട് ഇതിനകത്തൊന്ന് റോൾ ചെയ്തിട്ട് നമ്മൾ ഈ എണ്ണയ്ക്കകത്തോട്ടിട്ട് ഡീപ് ഫ്രൈ ചെയ്തെടുക്കുക. വളരെ കെയർഫുൾ ആയിട്ടായിട്ട് കൊടുക്കുന്ന എണ്ണയായതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ നമ്മൾ ഓരോ ബോൾസ് ഇട്ട് കംപ്ലീറ്റ് ഇതിനകത്ത് റോൾ ചെയ്തിട്ട് അത് നമ്മൾ ഈ എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ഇപ്പം നമുക്ക് ഇതിനകത്ത് കൊള്ളുന്ന അത്രയും ഇടുക. നമ്മുടെ പാൻ ചെറുതായിട്ട് നമ്മൾ ഒത്തിരി ഇടുന്നില്ല. ഇതിപ്പോൾ നമുക്ക് സുഖിയൻ നന്നായിട്ട് ആയിട്ടുണ്ട്. ഇതിൻ്റെ അകമൊക്കെ ഓൾറെഡി വെന്തതാണ്. ഇതിൻ്റെ പുറത്തെ ഈ കോട്ടിക്ക് മാത്രം ഒന്ന് ആയി എടുത്താൽ മതി. ഇതിപ്പോൾ ആയിട്ടുണ്ട്. അത് കാരണം നമ്മളിതിനി കോരിയെടുക്കുക. ഓരോന്നോരോന്നായിട്ട് ഇതിനകത്ത് കോരിയെടുക്കുക. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ബോൾസ് എല്ലാം നന്നായിട്ട് റോൾ ചെയ്ത് ബാറ്ററിനകത്ത് റോൾ ചെയ്ത് ഉണ്ടാക്കിയെടുക്കാം. നമ്മളിപ്പോൾ മുഴുവൻ സുഖിയനും വറുത്ത് കോരിയിട്ടുണ്ട്. നമുക്കിപ്പോൾ 1 കപ്പ് പയറ് കൊണ്ട് മീഡിയം സൈസ് ഒരു 12 സുഖിയൻ കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ ഞങ്ങളുടെ കുക്കിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ഞങ്ങളെ അറിയിക്കുകയും ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.